السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന വ ഇന്നർ റജുല ല യസ്ദഖു ഹത്താ യകൂന സിദ്ദീഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, തീർച്ചയായും സത്യസന്ധത എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് അത് നന്മയിലേക്ക് നമ്മളെ വഴി നടത്തുന്നതാണ്. വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ഒരാൾ സത്യസന്ധനാവുക അതല്ലെങ്കിൽ നന്മ ചെയ്യുക എന്നുള്ളത് അത് അയാളെ സ്വർഗത്തിലേക്കും എത്തിക്കുന്നതാണ് എന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ഒരു സത്യസന്ധത നമ്മൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മുഴുവൻ വാക്കുകളും സംസാരങ്ങളും എല്ലാം തന്നെയും നന്മകളായി മാറും. നന്മ അന്വേഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? എല്ലായ്പ്പോഴും ഒരു മാനസികമായൊരവസ്ഥ നമുക്കുണ്ടാകും. എന്നിട്ട് പറയാണ്, വ ഇന്നർ റജുല ലയസ്തുഖു ഹത്താ യകൂന സിദ്ദീഖൻ, ഒരു മനുഷ്യൻ സത്യം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹത്താ യകൂന സിദ്ദീഖൻ, അവൻ സത്യസന്ധനാകുന്നത് വരേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും ഒരു സത്യസന്ധത തെളിഞ്ഞു നിൽക്കുന്നതാണ് എന്ന്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വ ഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, ഒരാൾ കളവ് പറയുക എന്നുള്ളത് അത് തെമ്മാടിത്തരത്തിലേക്ക് അത് നയിക്കുന്നതാണ്. വ ഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, ഒരു തെമ്മാടിത്തരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ സത്യസന്ധത ഏത് രൂപത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ കളവിനെ ഒഴിവാക്കി നിർത്തുക. കളവ് നമ്മൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൊരു കളവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അത് നയിക്കുന്നത് എന്തിലേക്കായിരിക്കും? തെമ്മാടിത്തരങ്ങളിലേക്കായിരിക്കും. കളവ് പറഞ്ഞു തുടങ്ങുക എന്നുള്ളത് മാത്രമാവില്ല, പിന്നെ ഓരോ ഘട്ടത്തിലും അടുത്തടുത്ത തിന്മകളിലേക്ക് കയറി പോയി അത് ജീവിതത്തിൽ ഉടനീളം തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ രൂപത്തിൽ അയാളെ ആ തിന്മാടിത്തരങ്ങൾ മുഴുവൻ യഹ്ദി ഇലന്നാർ, അത് നരകത്തിലേക്കും അയാളെ എത്തിക്കുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ലയക്ദിബ്, ഒരു മനുഷ്യൻ കളവ് പറഞ്ഞുകൊണ്ടിരിക്കും. ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ കദ്ദാബ് എന്ന് രേഖപ്പെടുത്തുന്ന രൂപത്തിൽ ഒരാൾ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ വാക്കുകളിലുമൊക്കെ സത്യസന്ധത പാലിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അത്തരത്തിൽ സത്യസന്ധത പാലിക്കുമ്പോൾ മറ്റ് നന്മകളും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മളറിയാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.